ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കാണുന്നത് റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയാണ്. അപ്പം നിങ്ങൾക്കറിയാം, റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തു, റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകളെല്ലാം നമ്മൾ പഠിച്ചു. ആ സ്റ്റെപ്പുകളിൽ 13ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചതാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു റിസർച്ചർ എത്തുന്ന ആ ഒരു ഫൈനലൈസേഷൻ, കൺക്ലൂഷൻസ്, ഇൻ്റർപ്രിട്ടേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എ റിസർച്ച് പ്രോസസ്സ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വരിക? എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും ബ്രീഫായിട്ടുള്ള നോട്ടുകളാണ് റിസർച്ച് റിപ്പോർട്ടിൽ വരിക. ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ, ഏത് രീതിയിൽ വരാം, പക്ഷേ പ്രിഫറബിൾ റിട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്. സോ വി ക്യാൻ സി ഹൗ ക്യാൻ വി പ്രിപ്പയർ എ റിസർച്ച് റിപ്പോർട്ട്. അതിന് മുന്നേ ആയിട്ട് റിസർച്ച് റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയണം. ഇപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ പോലെ തന്നെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് മാത്രമാണ് മറ്റുള്ളവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ചറുടെ എഫേർട്ടും അയാളുടെ കൺക്ലൂഷൻസും എല്ലാം വരുന്നത് ഒരു ഫോർമാറ്റിൽ പുറത്തേക്ക് വരുന്നത് എന്താണ്? റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റിലാണ് പുറത്തേക്ക് വരിക. അപ്പം നമ്മൾ കാണുന്നത് ആസ് എ സൊസൈറ്റി നമ്മൾ കാണുന്നത് എന്തുമാത്രമാണ്? ഈ റിപ്പോർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. Research report is a presentation of the research findings in the form of a report, and it is necessary part of the research process. Reporting is the end product of the research work. So this is the end product. അപ്പോൾ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂ അഡീഷൻ കഴിഞ്ഞതായിരിക്കും, അല്ലേ? നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം കൺസ്യൂം ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രൊഡക്റ്റിൽ പല രീതിയിലുള്ള വാല്യൂ അഡീഷൻസ് നടത്തിയാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റിന് ഫിക്സ് ചെയ്യുന്നത്. സോ ദിസ് റിസർച്ച് റിപ്പോർട്ട് is also a final end product of the research പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ആണ്, റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ ഒക്കെ പ്രസൻറ്റേഷൻ ആണ് ഇൻ ദ ഫോം ഓഫ് എ റിപ്പോർട്ട്. ആൻഡ് ദിസ് ഈസ് എ വെരി നെസസറി ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ റിസർച്ച് പ്രോസസ്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ? ഈ റിസർച്ച് റിപ്പോർട്ട് ആവശ്യമുണ്ടോ? എന്തിനാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം, റിസർച്ച് റിപ്പോർട്ട് ഇല്ലെങ്കിൽ ആ റിസർച്ച് ഇൻകംപ്ലീറ്റ് ആണ്. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ ബാക്കി പ്രോസസ്സ് എല്ലാം നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമുക്ക് ജനറൽ പബ്ലിക്കിന് ഇതിന് യൂസ്ഫുൾ ആവണമെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടണം. ഓക്കെ, സോ റിസർച്ച് റിപ്പോർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഫംഗ്ഷൻ, അത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് സെർവ്സ് ആസ് മീൻസ് ടു പ്ലേസ് ദ പ്രോബ്ലം, data analysis, findings and conclusion in an organization and permanent form. അപ്പോൾ നമ്മൾ ഈ റിസർച്ച് പ്രോസസ്സിൽ ചെയ്ത ആ കാര്യങ്ങൾ മുഴുവൻ ഒരു ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനറിൽ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നു റിസർച്ച് റിപ്പോർട്ട് കൊണ്ട്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. റിസർച്ച് ഇറ്റ് സെൽഫ് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. റിസർച്ചിൽ അങ്ങനെ നമുക്ക് തോന്നിയ പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് പ്രൊസീജിയറൽ ആൻഡ് സിസ്റ്റമാറ്റിക്. സോ ആ റിപ്പോർട്ടും എന്തുപോലെ തന്നെയാണ്? സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് ആണ്. സോ നമ്മൾ അങ്ങനെ മാത്രമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക, അല്ലാതെ റിസർച്ചറുടെ ഇഷ്ടത്തിന് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുമൊന്നും അല്ല ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് റിസർച്ച് വിൽ സെർവ് ആസ് എൻ എസെൻഷ്യൽ റെഫറൻസ് ഫോർ ഫ്യൂച്ചർ റിസർച്ചർ. അപ്പം ഇനി വരുന്ന ഈ ഒരു ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊരു റെഫറൻസ് പോലെയും ഈ റിസർച്ച് റിപ്പോർട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, റിസർച്ച് റിപ്പോർട്ട് ഹെൽപ്സ് ടു നോ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ റിസർച്ചർ. അപ്പം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ പോലും ആ റിപ്പോർട്ട് മാത്രമാണ് പുറമേ ഉള്ളവർ കാണുന്നുള്ളൂ. റിസർച്ച് പ്രോജക്റ്റ് എത്ര നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും റിപ്പോർട്ട് മോശമാണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് മൊത്തത്തിൽ മോശമെന്ന് വിലയിരുത്തപ്പെടാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. സോ ഈ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റിസർച്ചിൻ്റെ ക്വാളിറ്റീൻ്റെ അളവുകോലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് എത്ര എഫേർട്ടാണോ റിസർച്ചർ എടുത്തത് അതാണ് റിപ്പോർട്ടിൽ കാണുന്നത്. നല്ല എഫേർട്ട് എടുത്ത ഒരു റിസർച്ചർക്ക് നല്ല രീതിയിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് റിവീൽസ് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് project or research.
Okay, then third one, the report helps the policy makers to take appropriate actions and policy. So ഒരു ഫൈനൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ഇത് പോളിസി ബിൽഡിങ്ങിനും അഡ്മിനിസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചുകൾ റിപ്പോർട്ടിന് ശേഷമാണ് അത് ബിൽഡ് ചെയ്യുക. ദെൻ ഇമ്പോർട്ടൻസ് നോക്കാം. ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? അത് റിസർച്ച് കണ്ടക്ട് ചെയ്താൽ പോരാ, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. റിപ്പോർട്ടിംഗ് ആവശ്യമാണ്. എന്തുകൊണ്ട്? ദ റിപ്പോർട്ട് ഹെൽപ്സ് ദ റിസർച്ച് ടു കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലം, ദ മെത്തേഡ്, ഫാക്ട്സ്, കൺക്ലൂഷൻസ് ആൻഡ് ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഫൈനലൈസ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന പോർഷനിൽ ഇൻ്റർപ്രിട്ടേഷൻ ആക്ച്വലി നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇൻ്റർപ്രിട്ടേഷൻ നടന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം കൂടെ ഫൈനലൈസ് ചെയ്തൊരു കൺക്ലൂഷൻ വരുന്നത് എവിടെയാണ്? റിപ്പോർട്ടിലാണ്. അപ്പോൾ റിസർച്ചറുടെ ഒരു അഡീഷൻ കൂടെ വരുന്നത് റിപ്പോർട്ടിലാണ്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആ പോർഷനിൽ നമുക്ക് കിട്ടിയ ഡേറ്റേൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വിലയിരുത്തി വിശകലനം ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റിസർച്ചറുടെ കോൺട്രിബ്യൂഷനും സ്കോപ്പ് ഫോർ ഫർദർ റിസർച്ചും ഒക്കെ വരുന്ന എവിടെയാണ്? റിപ്പോർട്ടിലാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ച് ടു ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് ഹിസ് റിസർച്ച് എഫേർട്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു റിസർച്ച് എന്ന് പറയുന്നത് ഒരു 4 to 5 years ഒക്കെ നീണ്ടു പോകാവുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിൽ ഈ റിസർച്ചർ സക്സസ് ആയിട്ടുണ്ടോ എന്ന് റിസർച്ചർക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ റിപ്പോർട്ട് റിവീൽസ് ദ റിസർച്ച് എബിലിറ്റി ഓഫ് ദ റിസർച്ചർ. അപ്പോൾ ഈ റിപ്പോർട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റിസർച്ച് നന്നായിട്ട് കണ്ടക്ട് ചെയ്തതാണ്. അയാൾക്ക് അതിൻ്റെ ഒരു എബിലിറ്റി ഉണ്ട്, റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഇറ്റ്സ് എ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് 4 to 4.5 years വരുന്ന ആ ഒരു പ്രോസസ്സിനെ ഏറ്റവും പ്രസൻറ്റബിളായി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റി അത് ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്? റിസർച്ചറുടെയാണ്. ആ റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും അയാളുടെ സക്സസ് ആൻഡ് ഫെയിലിയർ എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ദ റിപ്പോർട്ട് ഇസ് വെരി മച്ച് യൂസ്ഫുൾ ടു ദ പോളിസി മേക്കേഴ്സ്. പോളിസി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. Now we can see what are the types of report. Different types of report ഉണ്ട്. നമ്മൾ ഏത് റിസർച്ച് ചെയ്യുന്ന അനുസരിച്ച് റിപ്പോർട്ടുകൾ മാറാറുണ്ട്. So this type of reports to be prepared depends upon the background of the potential audience, their total research situations and their technical background and knowledge. അപ്പോൾ നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് ചെയ്തേക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തതെങ്കിൽ അത് എന്ത് റിപ്പോർട്ടായിരിക്കും? ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും. അതേസമയം നമ്മളൊരു ലോ മേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പോളിസി ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രം ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മാത്രം വെച്ചിട്ട് ഒരു റിസർച്ച് ചെയ്തതാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ആർക്കുള്ളത് തന്നെയായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർ ഓർ എക്സിക്യൂട്ടീവ് അങ്ങനത്തെ അത് സ്പോൺസർ ചെയ്ത ആളാണോ, അതായത് പ്രൈവറ്റ് റിസർച്ചുകൾ അതിന് വേണ്ടിയിട്ട് അത് ഡാറ്റ തന്ന ആളാരാണ്, ആ നമുക്ക് റിസർച്ച് ചെയ്യാൻ സ്പോൺസർ ചെയ്ത ആരാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും റിപ്പോർട്ട്. നമ്മൾ ജനറൽ പബ്ലിക്കിലേക്ക് ആ റിപ്പോർട്ട് കൊടുക്കാറില്ല. അതേസമയം വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫെല്ലോ റിസർച്ചർ ഓർ ടെക്നിക്കൽ എക്സ്പേർട്ട്. അപ്പം കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടിയിട്ട് റിസർച്ച് ചെയ്യുവാണെങ്കിൽ ആ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവർക്കും ആ റിപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ റിസർച്ചുകൾ ചെയ്യുന്നത്. ദെൻ പിന്നെ വരുന്ന കുറച്ച് കാറ്റഗറിയാണ് ഓറൽ റിട്ടേൺ എന്ന് പറഞ്ഞ് നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ മെയിൻലി പറഞ്ഞ 3 ടൈപ്പാണ് ഈ ഒരു ജനറൽ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫെല്ലോ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിസർച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഓറലായിട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് റിട്ടേൺ ആയിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓറലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? റിപ്പോർട്ടിംഗ് മേ ബി ഡൺ ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ ഈദർ ഓറലി ഓർ റിട്ടേൺ ഇൻ ദ ഫോം. ഓറൽ റിപ്പോർട്ട് ഈസ് ഹെൽപ്ഫുൾ ടു കമ്മ്യൂണിക്കേറ്റ് കണ്ടിന്യൂസ്ലി ടു ഫെല്ലോ വർക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഓറൽ റിപ്പോർട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ റെയർലി ആണ്. അപ്പോൾ ഫെല്ലോ വർക്കേഴ്സിനൊക്കെ എന്തെങ്കിലും റിസർച്ച് ചെയ്ത് ഇപ്പോൾ റിപ്പോർട്ട് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഓറൽ റിപ്പോർട്ടിനെ നമ്മൾ പ്രിഫർ ചെയ്യാറ്. അല്ലാതെ നമ്മൾ സാധാരണ സോഷ്യൽ സയൻസ് റിസർച്ചുകളിൽ എപ്പോഴും പ്രിഫർ ചെയ്യാതെ റിട്ടേൺ റിപ്പോർട്ടാണ്. കാരണം റിട്ടേൺ റിപ്പോർട്ടിന് മാത്രമാണ് എന്തുള്ളൂ, ഒരു ഒതൻറ്റിസിറ്റി ഉള്ളൂ. നമ്മൾ ഓറലി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെവിടെയും റെക്കോർഡഡ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഒതൻറ്റിസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും എന്താണ്? അപ്പോൾ റിട്ടേൺ റിപ്പോർട്ടാണ്. പക്ഷേ യു ഷുഡ് നോ ദർ ഈസ് ഓറൽ റിപ്പോർട്ട് ഓൾസോ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ റിട്ടേൺ റിപ്പോർട്ടാണ്. റിട്ടേൺ റിപ്പോർട്ടിനെ തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പോപ്പുലർ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലർ റിപ്പോർട്ട് ഇസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ എ layman. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ദോസ് പേഴ്സൺ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദ സ്റ്റഡി.
ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ടു എക്സ്പ്ലെയിൻ. ഓക്കെ, ഇത് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ടെക്നിക്കൽ ടേമുകളൊന്നും ഉണ്ടാവില്ല. സാധാരണ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് സാധാരണ ലാംഗ്വേജിൽ, ജനറൽ ലാംഗ്വേജിൽ, കോമൺ ലാംഗ്വേജിൽ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പോപ്പുലർ റിപ്പോർട്ട്. ആ പോപ്പുലർ എന്നുള്ള വേർഡ് തന്നെ നമുക്ക് ഓർത്താൽ മതി, അത് പോപ്പുലർ ആകുകയാണ്. കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. അതിന് ടെക്നിക്കൽ ടേംസുകളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്താണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ റിപ്പോർട്ട് സബ്മിറ്റ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററിന് പ്രിപ്പയർ, ഇപ്പം നമ്മൾ ജനറൽ പബ്ലിക്, അഡ്മിനിസ്ട്രേറ്റർ, ഫെല്ലോ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും റിട്ടൺ റിപ്പോർട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്, കോമൺ ലാംഗ്വേജിനാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ റിക്വയർസ് ഓൺലി ദ എസൻസ് ഓഫ് ദ സ്റ്റഡി. അയാൾക്ക് റിസർച്ച് ഫുള്ളായിട്ട് വേണ്ട, അയാൾക്ക് എസൻസ് മാത്രം മതി, ഒരു പോളിസി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പം ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അതിൽ ചില ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും, കാരണം ഇത് വായിക്കുന്നവർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. സോ അതിൽ ചെറിയ രീതിയിലുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ തേർഡ് എന്ന് പറയുന്നത് ടെക്നിക്കൽ റിപ്പോർട്ടാണ്. അതിൽ ടെക്നിക്കൽ ടേംസ് മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ ഒരു ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ, സാധാരണ കോമൺ പീപ്പിളിന് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടാണ് ടെക്നിക്കൽ റിപ്പോർട്ട്. അപ്പോൾ അത് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി ടെക്നിക്കൽ റിപ്പോർട്ടിൽ. സോ ദാറ്റ് ഈസ് മെയിൻലി ഫോർ ദ പർപ്പസ് ഓഫ് സാറ്റിസ്ഫൈയിങ് സം സ്പെഷ്യൽ സിറ്റുവേഷൻ, ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഉദ്ദേശിക്കുന്ന ആരെയാണ്, സ്പെഷ്യലിസ്റ്റുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോമാറ്റ് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് എങ്ങനെ ഇരിക്കണം അതുകൂടെ പറയാം നമുക്ക്. റിപ്പോർട്ട് എന്ന് പറയുന്നത്, റിസർച്ച് റിപ്പോർട്ട് മേ ബി പ്രസൻറ്റഡ് എയ്തർ ഇൻ ദ ഫോം ഓഫ് ഡെസർട്ടേഷൻ ഓർ തീസിസ്. ഡെസർട്ടേഷനോ തീസിസോ ആയിട്ടാണ് നമ്മൾ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ വരണം? അപ്പോൾ അതിൽ കൺസിസ്റ്റ് ചെയ്യുന്ന ഒന്ന് പ്രിലിമിനറീസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഭാഗം, ദെൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആ മിഡിൽ ഭാഗം, ദെൻ റെഫറൻസ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ തന്നെ ഈ പ്രിലിമിനറീസിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, റെഫറൻസിലും ഉണ്ട്. അപ്പോൾ മെയിൻലി നമ്മുടെ റിപ്പോർട്ടിനെ 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? പ്രിലിമിനറീസ്, ടെസ്റ്റ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽ. ഇത് മെയിൻ ഡിവിഷനാണ്. ഇനി അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. പ്രിലിമിനറീസിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രിലിമിനറീസിൽ നമ്മൾ ടൈറ്റിൽ പേജ് തുടക്കത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? പ്രിലിമിനറീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ടൈറ്റിൽ പേജ്, ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റൽ, അക്നോളജ്മെൻറ്റ്, ലെറ്റർ ഓഫ് ഒതൻറ്റിക്കേഷൻ, ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ലിസ്റ്റ് ഓഫ് ടേബിൾസ്, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് പറയുന്നു. അപ്പോൾ ടെക്സ്റ്റിൽ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? ടെക്സ്റ്റിൽ എന്തൊക്കെ വരും? ടെക്സ്റ്റിൽ അബ്സ്ട്രാക്റ്റ് വരും, ഇൻട്രൊഡക്ഷൻ വരും, റിസർച്ച് പ്രൊസീജിയർ, റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ ആൻഡ് സമ്മറി. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിസർച്ച് വരുന്നത്. ഇൻട്രൊഡക്ഷൻ തൊട്ട് കൺക്ലൂഷൻ വരെയുള്ള ആ ഭാഗം മൊത്തം വരുന്ന എന്താണ്? ടെക്സ്റ്റ് എന്ന് പറഞ്ഞാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ടെക്സ്റ്റ്. സോ ടെക്സ്റ്റ് ഇൻക്ലൂഡ് ദ ആക്ച്വൽ റിസർച്ച്. ദെൻ ഫൈനലി റെഫറൻസ് മെറ്റീരിയൽ എന്ത് വരും? റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വെക്കുന്നതാണ് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ റെഫറൻസുകളാണ് അതിൽ ഉദ്ദേശിച്ചത്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രഫി ആൻഡ് റെഫറൻസ് ഈസ് ആക്ച്വലി ഡിഫറെൻറ്റ്. ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ ഈ ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്തെങ്കിൽ പോലും അതും നമുക്ക് എന്ത് ചെയ്യാം? ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. പക്ഷെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പോർഷൻ ഈ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റെഫറൻസ് പേജ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് നമുക്ക് റെഫറൻസ് എന്ന് കൊടുക്കാം. ആൻഡ് റെഫറൻസ് ആൻഡ് അപ്പൻഡിക്സ്, ഇൻഡെക്സ്. അപ്പൻഡിക്സും ഇൻഡെക്സും പിന്നെ വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പൻഡിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസും അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്പൻഡിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഇൻഡെക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കുക. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ്, ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്.